Introduction to Indian Government Audit and Accounts പരീക്ഷയെ സംബന്ധിച്ച് PSC പലപ്പോഴും ആവർത്തിച്ച് വെച്ചിട്ടുള്ള ചോദ്യങ്ങളും PSC ചോദ്യപേപ്പറുകളിൽ നിന്നും തിരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളുമാണ് ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത്. അതിൽ ഒരു ചോദ്യം, the broad aim of audit is to safeguard the financial interests of dash. അതായത് ഗവൺമെന്റിന്റെ കണക്കുകൾ ഓഡിറ്റ് ചെയ്യുന്നതിന് പിന്നിലുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? ഇത് അത് സംബന്ധിച്ച് ആരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കലാണ്? അത് ടാക്സ് പേയറുടെ നികുതി നൽകുന്ന നികുതിദായകരുടെ താല്പര്യം സംരക്ഷിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ദ ബ്രോഡ് എയിം ഓഫ് ഓഡിറ്റ് ഈസ് ടു സേഫ്ഗാർഡ് ദ ഫൈനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഓഫ് ടാക്സ് പേയർ. അടുത്തൊരു ചോദ്യം, in respect of state election department, payments for all supplies made and services rendered by any department in connection with the election work will be made by dash. അത് അതിൻ്റെ ഒരു വിശകലനം പറയുകയാണെങ്കിൽ, സംസ്ഥാന ഇലക്ഷൻ വകുപ്പിൽ ഒരു ജനറൽ ഇലക്ഷൻ്റെ ഭാഗമായി സാധനങ്ങൾ, അതിനെ സംബന്ധിച്ചുള്ള സാധനങ്ങൾ വാങ്ങുന്നതിനും അതിനെ സംബന്ധിച്ചുള്ള മറ്റ് പ്രവർത്തനങ്ങൾക്കും ചിലവാക്കുന്ന തുക ആരാണ് നൽകേണ്ടത്? അത് സ്റ്റേറ്റ് ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, സംസ്ഥാന ഇലക്ഷൻ വകുപ്പാണ്, സ്റ്റേറ്റ് ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് നൽകേണ്ടത് എന്നാണ് അതിനെ സംബന്ധിച്ച് പറയുന്നത്. അടുത്തൊരു ചോദ്യം, ഹു ഇസ് ദ ഓഫീസർ ഓതറൈസ്ഡ് ടു ഡിറ്റർമിൻ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് എനി ക്ലാസ് ഓഫ് ഗവൺമെന്റ് അക്കൗണ്ട്സ്? അതായത് ഗവൺമെന്റിന്റെ കണക്കുകളെ വിവിധ വിഭാഗങ്ങളായി തരംതിരിക്കുന്നതിന് അതിനെ ക്ലാസിഫിക്കേഷൻ ഓഫ് എനി ക്ലാസ് ഓഫ് ഗവൺമെന്റ് അക്കൗണ്ട്സ് എന്ന് പറയും. അധികാരമുള്ള ഉദ്യോഗസ്ഥൻ ആരാണ്? സർക്കാർ കണക്കുകളെ വിവിധ വിഭാഗങ്ങളായി തരംതിരിക്കുന്നതിന് അധികാരപ്പെട്ട ഉദ്യോഗസ്ഥൻ ആരാണ്? അത് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ് അതിൻ്റെ ഉത്തരം. C&AG എന്നാണ് അതിൻ്റെ ഉത്തരം. അടുത്തൊരു ചോദ്യം, ഓൾ മന്ത്ലി ട്രാൻസാക്ഷൻസ് ഓഫ് whatever nature connected with the receipts and payments pertaining to each department or major head of account is called dash. അതായത് ഓരോ വകുപ്പിൻ്റെ അല്ലെങ്കിൽ ഹെഡ് ഓഫ് അക്കൗണ്ടിനെ സംബന്ധിച്ച് അതിൻ്റെ ഏത് സ്വഭാവത്തിലുള്ള കൊടുക്കൽ വാങ്ങൽ ഇടപാടുകളും ഓരോ മാസവും ഉൾപ്പെടുത്തുന്നതിന് വിളിക്കുന്നത് എന്താണ് അതിനെ സംബന്ധിച്ച് പറയുന്നത്? അതായത് all monthly transactions of whatever nature connected with the receipts and payments pertaining to each department or major head of account is called departmental classified abstract എന്നാണ്. ഡിപ്പാർട്ട്മെന്റൽ ക്ലാസിഫൈഡ് അബ്സ്ട്രാക്ട് എന്നാണ് അതിനെ വിളിക്കുന്നത്. അടുത്തൊരു ചോദ്യം, the comptroller and auditor general will not be eligible for any other office under the government on his dash. അതായത് C&AGക്ക് സർക്കാരിൻ്റെ കീഴിൽ ഒരു ഓഫീസിലും ജോലി ചെയ്യാൻ കഴിയാതെ വരുന്നത് എപ്പോഴാണ്? അത് 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓൺ റിട്ടയർമെൻറ്റ്, ഓൺ റെസിഗ്നേഷൻ, ഓൺ റിമൂവൽ, ഓൺ റിട്ടയർമെൻറ്റ്, ഓൺ റെസിഗ്നേഷൻ ഓർ ഓൺ റിമൂവൽ. അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് പെൻഷൻ, രാജിവെക്കൽ അല്ലെങ്കിൽ മാറ്റപ്പെടുകയോ ചെയ്യുമ്പോൾ എന്നാണ്. അത് മൂന്നും കൂടെ ചേർന്ന് വരികയാണ്. അടുത്തൊരു ചോദ്യം, in the head of account 0215, 02, 104 water supply and sanitation, ഇതിൽ in 0215 0 represents dash. അതായത് 0215 02 104 വാട്ടർ സപ്ലൈ, കുടിവെള്ള വിതരണം അല്ലെങ്കിൽ സാനിറ്റേഷൻ, ശുചിത്വ പരിപാലനം എന്ന അക്കൗണ്ട് ശീർഷകത്തിൽ 0215 എന്നതിൽ ഈ 0 പ്രതിനിധാനം ചെയ്യുന്നത് ഏതിനെയാണ്? അതിൽ ഈ 0215 എന്നുള്ള ഹെഡിൽ ആ 0 എന്തിനെ പ്രസന്റ് ചെയ്യുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് റവന്യൂ റെസിപ്റ്റിനെ പ്രതിനിധാനം ചെയ്യുന്നു. റവന്യൂ വരവിനെയാണ് അത് പ്രതിനിധാനം ചെയ്യുന്നത്. അടുത്തൊരു ചോദ്യം, ഡയറക്ഷൻസ് റെഗുലേറ്റിംഗ് the exhibition of the losses in government accounts are dealt within dash. Directions regulating
the exhibition of the losses in government accounts are dealt within dash. അതായത് സർക്കാർ കണക്കുകളിലൂടെ വെളിപ്പെടുത്തപ്പെട്ട നഷ്ടങ്ങൾ നിയന്ത്രിക്കാനുള്ള നിർദ്ദേശം വിവരിച്ചിരിക്കുന്നത് ഏത് ഭാഗത്താണ്, എവിടെയാണ്? അത് കേരള ആർട്ടിക്കിൾ 79 to 85 ഓഫ് കേരള അക്കൗണ്ട് കോഡ് വോളിയം 1. കേരള അക്കൗണ്ട് കോഡിൻ്റെ വോളിയം 1 ആർട്ടിക്കിൾ 79 മുതൽ 85 വരെയുള്ള ഭാഗങ്ങളിലാണ് സർക്കാർ കണക്കുകളിലൂടെ വെളിപ്പെടുത്തപ്പെട്ട നഷ്ടങ്ങൾ നിയന്ത്രിക്കാനുള്ള നിർദ്ദേശങ്ങൾ വിവരിച്ചിരിക്കുന്നത്. അടുത്തൊരു ചോദ്യം, ദ ഓഡിറ്റ് ഓഫ് C&AG ഈസ് കോംപ്രിഹെൻസീവ് ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് ഡാഷ്. C&AGയുടെ ഓഡിറ്റ് വളരെയധികം സമഗ്രമാണ്. അതിൽ എന്തൊക്കെ ഉൾപ്പെട്ടിരിക്കുന്നു അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്. അതിൽ എന്തൊക്കെയാണ്? റെഗുലാരിറ്റി, പ്രൊപ്രൈറ്റി, എഫിഷ്യൻസി കം പെർഫോമൻസ് ഓഡിറ്റ്. അതായത് റെഗുലാരിറ്റി, പ്രൊപ്രൈറ്റി ആൻഡ് എഫിഷ്യൻസി കം പെർഫോമൻസ് ഓഡിറ്റ്. ഇത്രയാണ് അതിൽ അടങ്ങിയിരിക്കുന്നത്. അടുത്തൊരു ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് when passed by the legislature becomes the appropriation act. അതായത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് നിയമസഭ പാസ്സാക്കി കഴിയുമ്പോൾ അപ്രോപ്രിയേഷൻ ആക്റ്റായി മാറുന്നത്? അത് 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. മണി ബിൽ, ദ ഫിനാൻസ് ബിൽ, അപ്രോപ്രിയേഷൻ ബിൽ, നൺ ഓഫ് ദ എബോവ് ആണ് കൊടുത്തിരുന്നത്. അതിൻ്റെ ഉത്തരം അപ്രോപ്രിയേഷൻ ബിൽ എന്നാണ്. അപ്രോപ്രിയേഷൻ ബിൽ എന്നാണ്. അടുത്തൊരു ചോദ്യം പറയുകയാണെങ്കിൽ, ഇൻ ദ ഹെഡ് ഓഫ് അക്കൗണ്ട് 0215, 02, 104 വാട്ടർ സപ്ലൈ ആൻഡ് സാനിറ്റേഷൻ, ദ നമ്പേഴ്സ് 104 റെപ്രസെൻറ്റ്സ് ഡാഷ്. 0215, 02, 104 കുടിവെള്ള വിതരണം അല്ലെങ്കിൽ ശുചിത്വ പരിപാലനം എന്ന അക്കൗണ്ട് ശീർഷകത്തിൽ 104 എന്നത് എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് മൈനർ ഹെഡിനെ പ്രതിനിധാനം ചെയ്യുന്നു. മൈനർ ഹെഡിനെയാണ് അത് 104 പ്രതിനിധാനം ചെയ്യുന്നത്. അടുത്തൊരു ചോദ്യം, ഇൻ ദ ഹെഡ് ഓഫ് അക്കൗണ്ട് ബിഗിനിങ് ദി 2210, ദ ഫസ്റ്റ് ഡിജിറ്റ് റെപ്രസെൻറ്റ്സ് ഡാഷ്. അതായത് 2210 തുടങ്ങുന്ന ഒരു അക്കൗണ്ട് ഹെഡിൽ ആദ്യത്തെ അക്കം റെപ്രസെന്റ് ചെയ്യുന്നത് ഏതിനെയാണ്? അത് റവന്യൂ എക്സ്പെൻഡിച്ചർ, റവന്യൂ ചെലവിനെയാണ് അത് പ്രതിനിധാനം ചെയ്യുന്നത്. അടുത്തൊരു ചോദ്യം, ദി ഒബ്ജക്റ്റ് ഓഫ് ഇൻസ്പെക്ഷൻ ഓഫ് ട്രഷറീസ് ബൈ ആൻ ഓഡിറ്റ് ഓഫീസർ ഇസ് ടു അസിസ്റ്റ് ദ അതോറിറ്റീസ് ഇൻ എസ്റ്റാബ്ലിഷിംഗ് ഡാഷ്. അതായത് ഒരു ഓഡിറ്റ് ഉദ്യോഗസ്ഥൻ, ഓഡിറ്റ് ഓഫീസറുടെ ട്രഷറി ഇൻസ്പെക്ഷന്റെ ഉദ്ദേശ്യം അധികാരികൾക്ക് താഴെ പറയുന്നത് ഏർപ്പാടാക്കാൻ സഹായിക്കാൻ വേണ്ടിയാണ്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, പങ്ക്ച്വാലിറ്റി ഇൻ അറ്റൻഡിങ് ഓഫീസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ റൂൾസ്. രണ്ടാമത്തെ ഓപ്ഷൻ, ഡിസിപ്ലിൻ ഇൻ എ ട്രഷറി വർക്കിംഗ്. മൂന്നാമത്തെ ഓപ്ഷൻ, എ സിസ്റ്റം ഓഫ് ട്രഷറി വർക്കിംഗ് സ്ട്രിക്ട്ലി ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രിസ്ക്രൈബ്ഡ് റൂൾസ്. നാലാമത്തത്, നൺ ഓഫ് ദി എബോവ്. ഇതിൽ ഉത്തരമെന്ന് പറയുന്നത് a system of treasury working strictly in accordance with the prescribed rules. നിയമം അനുശാസിക്കുന്നതിനനുസരിച്ച് കർശനമായുള്ള ട്രഷറിയിലെ ജോലിക്ക് ഒരു രീതി ഏർപ്പാടാക്കൽ. ഇതാണ് ഇതിനെ സംബന്ധിച്ചുള്ള ഉത്തരമെന്ന് പറയുന്നത്. അതായത് the object of inspection of treasuries by an audit officer is to assist the authorities in establishing a system of treasury working strictly in accordance with the prescribed rules. അടുത്തൊരു ചോദ്യം, which one of the following is not one of the 3 important standing committee of parliament? Which one of the following is not one of the 3 important standing committee of parliament? 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. Committee of members of all political parties having representation either in Lok Sabha or Rajya Sabha. രണ്ടാമത്തെ ഓപ്ഷൻ, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. മൂന്നാമത്തെ ഓപ്ഷൻ, കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിംഗ്സ്. നാലാമത്തെ ഓപ്ഷൻ, എസ്റ്റിമേറ്റ് കമ്മിറ്റി. നമുക്കറിയാം ഇതിന്റെ ഉത്തരം കമ്മിറ്റി ഓഫ് മെമ്പേഴ്സ് ഓഫ് ആൾ പൊളിറ്റിക്കൽ പാർട്ടീസ് ഹാവിംഗ് റെപ്രസെന്റേഷൻ ഐദർ ഇൻ ലോക്സഭ or രാജ്യസഭയാണ്. ബാക്കിയെല്ലാം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓഫ് പാർലമെന്റ് ആണ്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയും കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിംഗ്സും എസ്റ്റിമേറ്റ് കമ്മിറ്റിയും എല്ലാം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓഫ് പാർലമെന്റുകളാണ്. അടുത്തൊരു ചോദ്യം,
which of the following statement is true regarding heads of accounts in respect of the same function? അതായത് ഒരേ പ്രവൃത്തി സംബന്ധമായ അക്കൗണ്ട് ഹെഡിനെ സംബന്ധിച്ച് താഴെ പറയുന്ന ഏത് വസ്തുതയാണ് ശരിയായിട്ടുള്ളത്? Which of the following statement is true regarding heads of accounts in respect of the same function? അതിൽ കൊടുത്തിരിക്കുന്ന 4 ഓപ്ഷൻ: the receipts in major head and expenditure major head of the revenue account differs by 2000 in ascending order. The receipt major head of revenue account and the capital major head differs by 2000 in ascending order. The expenditure major head and of revenue account and capital major head differs by 200 in ascending order. None of the above ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് ചോദ്യം ഒന്നുകൂടെ പറയാം. അതായത് ഒരേ പ്രവൃത്തി സംബന്ധമായ ഒരു സെയിം ഫംഗ്ഷൻ, ഒരേ പ്രവൃത്തി സംബന്ധമായ അക്കൗണ്ട് ഹെഡിനെ സംബന്ധിച്ച് താഴെ പറയുന്ന ഏത് വസ്തുതയാണ് ശരിയായിട്ടുള്ളത്? Which of the following statement is true regarding heads of accounts in respect of the same function? ഒരേ പ്രവൃത്തി സംബന്ധമായ അക്കൗണ്ട് ഹെഡ്. അതിനെ സംബന്ധിച്ച് പ്രസക്തമായ ഭാഗം എന്ന് പറയുന്നത് the receipts in major head and expenditure major head of the revenue account differs by 2000 in ascending order. അതായത് റവന്യൂ അക്കൗണ്ടിലെ വരവ് മേജർ ഹെഡും ചെലവ് മേജർ ഹെഡും തമ്മിൽ കൂടി വരുന്ന മുറയ്ക്ക് 2000 വ്യത്യാസം ഉണ്ട് എന്നാണ്. അടുത്തൊരു ചോദ്യം: the annual financial statement is commonly known as dash. അത് ബഡ്ജറ്റ് ആണ്, നമുക്കറിയാം. അടുത്തൊരു ചോദ്യം: who is the officer authorized to determine the classification of any class of government accounts? സർക്കാർ കണക്കുകളെ വിവിധ വിഭാഗങ്ങളായി തരംതിരിക്കുന്നതിന് അധികാരപ്പെട്ട ഉദ്യോഗസ്ഥൻ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്നാണ്. അടുത്തൊരു ചോദ്യം: ഇൻ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ് സംടൈംസ് മേജർ ഹെഡ്സ് ആർ ഡിവൈഡഡ് ഇൻടു ഡാഷ് ബിഫോർ ദെയർ ഫർദർ ഡിവിഷൻ ഇൻടു മൈനർ ഹെഡ്സ്. അതായത് ഗവൺമെന്റ് അക്കൗണ്ട് ഹെഡുകളുടെ തരംതിരിക്കലിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മൈനർ ഹെഡായി തരംതിരിക്കുന്നതിന് മുമ്പ് മേജർ ഹെഡിനെ ഡാഷായി തരംതിരിച്ചിരിക്കുന്നു. സബ് മേജർ ഹെഡായി തരംതിരിച്ചിരിക്കുന്നു. അടുത്തൊരു ചോദ്യം: the detailed rules by which allocation of expenditure between capital and revenue in commercial departments and undertakings should be determined shall be such as may be made by government in consultation with the dash. ചോദ്യം നമ്മൾ പറയാം: the detailed rules by which allocation of expenditure between capital and revenue in commercial departments and undertakings should be determined shall be such as may be made by government in consultation with dash. അതായത് കൊമേഴ്സ്യൽ വകുപ്പുകളിലെയും അതിൻ്റെ സ്ഥാപനങ്ങളിലെയും ചെലവുകൾ അതിൻ്റെ ക്യാപിറ്റൽ, റവന്യൂ എന്നീ വിഭാഗങ്ങളായി തരംതിരിക്കുന്നതിനുള്ള വിശദമായ നിയമങ്ങൾ സ്റ്റേറ്റ് ഗവൺമെന്റ് രൂപീകരിക്കുന്നത് താഴെ പറയുന്നതിൽ ഏത് ഉദ്യോഗസ്ഥനുമായി കൂടിയാലോചിച്ചാണ്? അത് നമുക്കറിയാം, C&AGയുമായിട്ട് കൂടിയാലോചിച്ചിട്ടാണ്. അടുത്തൊരു ചോദ്യം: a joint secretary to government is appointed as a member of a committee set up by the Ministry of Finance, Government of India, with the headquarters at New Delhi. The travelling allowance due to him to attend the meetings of the committee will be paid as per the rules of dash. അതായത് ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, ധനകാര്യ മന്ത്രാലയം രൂപീകരിച്ച ഒരു കമ്മിറ്റിയിൽ സ്റ്റേറ്റ് ഗവൺമെന്റിലെ ഒരു ജോയിന്റ് സെക്രട്ടറിയെ അംഗമായി ഉൾപ്പെടുത്തിയിരിക്കട്ടെ. അപ്പം അതിന് ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഡൽഹിയിലാണ്. അപ്പം അദ്ദേഹത്തിന് ഈ കമ്മിറ്റി യോഗങ്ങളിൽ പങ്കെടുക്കുന്നതിനുള്ള യാത്രപ്പടി ഏത് നിയമപ്രകാരമാണ് നൽകുന്നത്? അത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ നിയമപ്രകാരമാണ്. അതിൽ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ് ആസ് ഡിസൈഡ് ബൈ ദ കമ്മിറ്റി, സ്റ്റേറ്റ് ഗവൺമെന്റ് നൺ ഓഫ് ദ ബോ എന്നായിരുന്നു. അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് അതിന്റെ ഉത്തരം. അടുത്തൊരു ചോദ്യം: who is the officer authorized to forward the monthly accounts
relating to transactions that took place in a district treasury to the accountant general. അതായത് ഒരു ജില്ലാ ട്രഷറിയിലെ പ്രതിമാസ വരവ് ചെലവ് കണക്കുകൾ എജിക്ക് അയച്ചു കൊടുക്കാൻ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥൻ ആരാണ്? അത് ഡിസ്ട്രിക്ട് ട്രഷറി ഓഫീസർ ആണ് അതിലെ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥൻ. അടുത്തൊരു ചോദ്യം, ഇൻ ദ ചെക്കിംഗ് ഓഫ് സർവീസ് ബുക്ക് ബൈ ഓഡിറ്റ് ഓഫീസർ the quantum of service books has been so prescribed that each service book is verified once in a dash years. അതായത് ഇപ്പോൾ ഓരോ സർവീസ് ബുക്കും ഇത്ര വർഷത്തിനുള്ളിൽ ഒരു തവണ പരിശോധിച്ചിരിക്കണം എന്ന് ഉറപ്പുവരുത്തുന്ന വിധത്തിലാണ് ഓഡിറ്റ് ഓഫീസർമാരുടെ ഓരോ പരിശോധനയിലും എത്ര സർവീസ് ബുക്ക് പരിശോധനാ വിധേയമാക്കണമെന്ന് തീരുമാനിക്കുന്നത്. അതായത് ഓരോ സർവീസ് ബുക്കും ഡാഷ് വർഷത്തിനിടയിൽ ഒരു തവണ പരിശോധിച്ചിരിക്കണം എന്ന് ഉറപ്പുവരുത്തുന്ന വിധത്തിലാണ് ഓഡിറ്റ് ഓഫീസറുടെ ഓരോ പരിശോധനയിലും എത്ര സർവീസ് ബുക്ക് പരിശോധനാ വിധേയമാക്കണമെന്ന് തീരുമാനിക്കപ്പെടുന്നത്. അത് 4 വർഷത്തിനിടയിലാണ്. ഇൻ ദ ചെക്കിംഗ് ഓഫ് സർവീസ് ബുക്സ് ബൈ ഓഡിറ്റ് ഓഫീസർ ദ ക്വാണ്ടം ഓഫ് സർവീസ് ബുക്സ് ഹാസ് ബീൻ സോ പ്രിസ്ക്രൈബ്ഡ് ദാറ്റ് ഈച്ച് സർവീസ് ബുക്ക് ഈസ് വെരിഫൈഡ് once in 4 years. അടുത്തൊരു ചോദ്യം, who is the officer authorized to issue pension payment order? പെൻഷൻ പേയ്മെന്റ് ഓർഡർ നൽകുന്നതിന് അധികാരപ്പെട്ട ഉദ്യോഗസ്ഥൻ ആരാണ്? അത് AG ആണ്, അക്കൗണ്ടന്റ് ജനറൽ ആണ്. അടുത്തൊരു ചോദ്യം, വാട്ട് ഈസ് ദ മെയിൻ യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഗവൺമെന്റ് അക്കൗണ്ട്സ്? ഗവൺമെന്റ് കണക്കുകളിലെ തരംതിരിക്കലിലെ പ്രധാനപ്പെട്ട യൂണിറ്റ് ഏതാണ്? അത് മേജർ ഹെഡ് ആണ്. മേജർ ഹെഡ് ഇസ് ദ മെയിൻ യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഗവൺമെന്റ് അക്കൗണ്ട്സ്. അടുത്തൊരു ചോദ്യം, ഓഫീസ് എക്സ്പെൻസസ് വിൽ നോട്ട് ഇൻക്ലൂഡ് ഡാഷ്. ഓഫീസ് എക്സ്പെൻസസ് വിൽ നോട്ട് ഇൻക്ലൂഡ് ഡാഷ്. പർച്ചേസ് ഓഫ് കാർ ഫോർ ഓഫീസ് യൂസ്, പ്രിന്റിംഗ് ഓഫ് ഫോംസ്, പ്രിന്റിംഗ് ഓഫ് ഓഫീസ് കോഡ്സ് ആൻഡ് മാനുവൽസ്, ടെലിഫോൺ, ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ ചാർജസ്. അതായത് ഓഫീസ് ചെലവുകളിൽ താഴെ പറയുന്നത് ഉൾപ്പെടുന്നില്ല. അത് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഓഫീസ് ഉപയോഗത്തിനായി കാർ വാങ്ങുന്നത്, ഫോമുകൾ അച്ചടിക്കുന്നത്, ഓഫീസ് കോഡുകളും മാനുവലും അച്ചടിക്കുന്നത്, ടെലിഫോൺ, കറണ്ട്, വെള്ളം ഇവ ഉപയോഗിക്കുന്നതിന് ചിലവാക്കുന്ന തുക. ഇതിൽ ഉത്തരമെന്ന് പറയുന്നത് പ്രിന്റിംഗ് ഓഫ് ഓഫീസ് കോഡ്സ് ആൻഡ് മാനുവൽസ് ആണ്. അപ്പോൾ ഓഫീസ് എക്സ്പെൻസിൽ ഉൾപ്പെടാത്തത് പ്രിന്റിംഗ് ഓഫ് ഓഫീസ് കോഡ്സ് ആൻഡ് മാനുവൽസ് ആണ്. അടുത്തൊരു ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഇസ് എ കൊമേഴ്സ്യൽ ഡിപ്പാർട്ട്മെന്റ്? താഴെ പറയുന്ന ഗവൺമെന്റ് വകുപ്പുകളിൽ ഏതാണ് കൊമേഴ്സ്യൽ വകുപ്പ്? പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ്, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്. അതിലെ ജലഗതാഗത വകുപ്പ് സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് ആണ് അതില് കൊമേഴ്സ്യൽ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് പരിഗണിക്കപ്പെടുന്നത്. സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഈസ് കൺസിഡർഡ് ആസ് എ കൊമേഴ്സ്യൽ ഡിപ്പാർട്ട്മെന്റ്. അടുത്തൊരു ചോദ്യം, ഫീ ആൻഡ് ഡ്യൂട്ടീസ് ലെവിയബിൾ ബൈ ലോ should be paid by government departments in the same way as dash. അതായത് സംസ്ഥാന ഗവൺമെന്റിന്റെ വകുപ്പുകളിൽ നിന്നും ഈടാക്കാവുന്ന ഫീസുകളും ഡ്യൂട്ടികളും, ഫീ ആൻഡ് ഡ്യൂട്ടീസ് താഴെ പറയുന്നവരിൽ നിന്നും ഈടാക്കാവുന്ന അതേ വിധത്തിൽ ഈടാക്കണം. ഫീ ആൻഡ് ഡ്യൂട്ടീസ് ലെവിയബിൾ ബൈ ലോ ഷുഡ് ബി പെയ്ഡ് ബൈ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ദ സെയിം വേ ആസ് ഡാഷ്. 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ്, പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ്, ഐദർ എ ഓർ ബി, അതായത് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ് ആവാം, പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആവാം, അല്ലെങ്കിൽ നൺ ഓഫ് ദ എബോവ്. ഇതിന് ഉത്തരവെന്ന് പറയുന്നത് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ്, പൊതുജനങ്ങളിൽ നിന്നാണ് ഇതിന്റെ ഉത്തരം. അടുത്തൊരു ചോദ്യം, ദ കണ്ടിജൻസി ഫണ്ട് ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഷാൽ ബി കെപ്റ്റ് അറ്റ് ദ ഡിസ്പോസൽ ഓഫ് ഡാഷ്. സംസ്ഥാന ഗവൺമെന്റിന്റെ കണ്ടിജൻസി ഫണ്ട് ആരുടെ നിയന്ത്രണത്തിലാണ് ഉപയോഗിക്കുന്നത്? ഗവർണറുടെ നിയന്ത്രണത്തിലാണ് അത് ഉപയോഗിക്കുന്നത്. അടുത്തൊരു ചോദ്യം, എമൗണ്ട് വിത്ഡ്രോൺ ഫ്രം ദ കൺസോളിഡേറ്റഡ് ഫണ്ട്. കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും പിൻവലിച്ച പണം ഡാഷ് ഷുഡ് ബി റീകൂപ്ഡ്, നോട്ട് ടു ബി റീകൂപ്ഡ്, ഓട്ടോമാറ്റിക്കലി റീകൂപ്ഡ്, നൺ ഓഫ് ദ എബോവ്. അതായത് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും പിൻവലിച്ച പണം നികത്തപ്പെടേണ്ടതാണ്, നികത്തേണ്ടതില്ല, സ്വയം നികന്നുകൊള്ളും, മേൽ പ്രസ്താവിച്ച അവസ്ഥാനം നൺ ഓഫ് ദ എബോവ്. അപ്പോൾ അത് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് പിൻവലിച്ച പണം നോട്ട് ടു ബി റീകോപ്ഡ്, നികത്തേണ്ടതില്ല എന്നാണ് അതിനെ സംബന്ധിച്ചുള്ള ഉത്തരം. ഗവൺമെന്റ് അക്കൗണ്ട്സ് ആർ കെപ്റ്റ് ഇൻ ദ ഫോളോയിങ് 3 പാർട്സ്.
താഴെ പറയുന്ന 3 ഭാഗങ്ങളായാണ് സർക്കാർ കണക്കുകൾ സൂക്ഷിച്ചിരിക്കുന്നത്. അത് നമുക്കറിയാം: കൺസോളിഡേറ്റഡ് ഫണ്ട്, കണ്ടിജൻസി ഫണ്ട് ആൻഡ് പബ്ലിക് അക്കൗണ്ട്സ്. അടുത്തൊരു ചോദ്യം: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ റിഗാർഡിംഗ് ഫിനാൻസ് ആക്ട്? അത് ഫൈനാൻസ് ആക്ടിനെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളത് ഏതാണ്? 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് റിലേറ്റ്സ് ടു നോൺ ടാക്സ് റവന്യൂ, ഇറ്റ് റിലേറ്റ്സ് ടു ടാക്സ് റവന്യൂ, ഇറ്റ് റിലേറ്റ്സ് ടു ഫൈനാൻഷ്യൽ ബിൽ, ഓൾ. ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഫൈനാൻസ് ആക്ടിനെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളത് ഇത് നികുതി സംബന്ധിച്ച് വരവിനെ കുറിച്ചുള്ളതാണ്. ഇറ്റ് റിലേറ്റ്സ് ടു ടാക്സ് റവന്യൂ, അതാണ് ഫൈനാൻസ് ബിൽ എന്ന് പറയുന്നത്. അടുത്തൊരു ചോദ്യം: The budget of the government of India consists of dash. The budget of the government of India consists of. കേന്ദ്ര സർക്കാരിന്റെ ബഡ്ജറ്റിൽ താഴെ പറയുന്ന എല്ലാം അടങ്ങിയിട്ടുണ്ട്. അതിൽ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ: റവന്യൂ ബഡ്ജറ്റ് ആൻഡ് റെയിൽവേ ബഡ്ജറ്റ്, റവന്യൂ ബഡ്ജറ്റ് ആൻഡ് പെർഫോമൻസ് ബഡ്ജറ്റ്, ക്യാപിറ്റൽ ബഡ്ജറ്റ് ആൻഡ് റവന്യൂ ബഡ്ജറ്റ്, ക്യാപിറ്റൽ ബഡ്ജറ്റ് ആൻഡ് റെയിൽവേ ബഡ്ജറ്റ്. The budget of government of India consists of capital budget and revenue budget. Capital budget and revenue budget. അടുത്തൊരു ചോദ്യം: payments of amount due by one department of government to another department of the same government shall dash. അതായത് ഒരേ സർക്കാരിന്റെ ഒരു വകുപ്പിൽ നിന്നും മറ്റൊരു വകുപ്പിലേക്ക് നൽകേണ്ട തുക നൽകുന്നത് ഏത് രീതിയിലാണ്? ഓർഡിനറിലി ബി മേഡ് ബൈ ബുക്ക് ട്രാൻസ്ഫർ. ബുക്ക് ട്രാൻസ്ഫറിൽ കൂടിയാണ് സാധാരണയായി നൽകുന്നത്. ഒരേ സർക്കാരിന്റെ ഒരു വകുപ്പിൽ നിന്നും മറ്റൊരു വകുപ്പിലേക്ക് തുക നൽകുന്നത് മേഡ് ബൈ ബുക്ക് ട്രാൻസ്ഫർ വഴിയാണ് അത് നൽകുന്നത്. അടുത്തൊരു ചോദ്യം: which of the following the units of the fiscal system and the points at which the public accounts start? അതായത് താഴെ കൊടുത്തിരിക്കുന്നതിൽ പൊതു ഖജനാവിന്റെ രീതിയും ഘടകവും പൊതു കണക്ക് ഉത്ഭവിക്കുന്ന സ്ഥലവും ഏതാണ്? അതിൽ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് ബ്രാഞ്ചസ്, ദ ട്രഷറീസ്, ദ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ആൻഡ് ഇറ്റ്സ് ബ്രാഞ്ചസ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് ബ്രാഞ്ചസ്. ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ദ യൂണിറ്റ്സ് ഓഫ് ദ ഫിസ്ക്കൽ സിസ്റ്റം ആൻഡ് ദ പോയിന്റ്സ് അറ്റ് വിച്ച് ദ പബ്ലിക് അക്കൗണ്ട് സ്റ്റാർട്ട് ഫ്രം ദ ട്രഷറീസ്. അത് ട്രഷറികൾ എന്നാണ് ഉത്തരം. പൊതുഖജനാവിന്റെ രീതിയും ഘടകവും പൊതു കണക്ക് ഉത്ഭവിക്കുന്ന സ്ഥലവും ട്രഷറികളാണ് എന്നാണ് അതിന്റെ ഉത്തരം. അടുത്തൊരു ചോദ്യം: for the purpose of inter-departmental transactions, the departments of government are divided into dash. For the purpose of inter-departmental transactions, the departments of government are divided into dash. അത് സർവീസ് ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് കോമേഴ്സ്യൽ ഡിപ്പാർട്ട്മെന്റ്സ്. സർവീസ് വകുപ്പുകളെന്നും കോമേഴ്സ്യൽ വകുപ്പുകളെന്നും രണ്ടായി തിരിച്ചിരിക്കുന്നു. അപ്പോൾ വകുപ്പുകൾ തമ്മിലുള്ള ഇടപാട് നടത്തലുകൾക്ക് വേണ്ടി സർക്കാർ വകുപ്പുകളെ സർവീസ് വകുപ്പുകളെന്നും കൊമേഴ്സ്യൽ വകുപ്പുകളെന്നും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. അടുത്തൊരു ചോദ്യം: which of the following is classified as the fourth tier in 5-tier system of classification of transactions? അതായത് 5 ടയർ സമ്പ്രദായത്തിൽ വരുന്ന 4ാമത്തെ ടയർ എന്ന വിശേഷണം താഴെ പറയുന്നതിൽ എന്തിനെ കുറിച്ചാണ്? സബ് ഹെഡ് ആണോ, സബ് മേജർ ഹെഡ് ആണോ, യൂണിറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ ആണോ, ഡീറ്റെയിൽഡ് ഹെഡ് ആണോ? അത് സബ് ഹെഡിനെയാണ് 4th ടയർ ഇൻ 5-tier സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. അടുത്തൊരു ചോദ്യം: in which cases the travelling expense of a government servant may be debited to a different head from that to which his pay is debited? അതായത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ ട്രാവലിംഗ് എക്സ്പെൻസുകൾ അദ്ദേഹത്തിന്റെ ശമ്പളം ഡെബിറ്റ് ചെയ്യുന്ന ഷെഡിലല്ലാതെ മറ്റൊരു ഷെഡിൽ ഡെബിറ്റ് ചെയ്യുന്നത് ഏത് കാര്യങ്ങളിലാണ്? അത് 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ 3 ഓപ്ഷനും പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് അതിൽ വരുന്നത്. അതായത് when a government servant is required to travel on duty connected with an outside body, when government considers it necessary to show separately the cost of a special service, in cases government authorizing a deviation from the general rule. ഇതെല്ലാം ഇതിന് ബാധകമാണ്.
അതായത് ചോദ്യം ഇതാണ്, ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ യാത്രാ ചെലവുകൾ അദ്ദേഹത്തിന്റെ ശമ്പളം ഡെബിറ്റ് ചെയ്യുന്ന ഷെഡിൽ അല്ലാതെ മറ്റൊരു ഷെഡിൽ ഡെബിറ്റ് ചെയ്യുന്നത് ഏത് കാര്യങ്ങളിലാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ പറഞ്ഞ 3 കാര്യങ്ങളുണ്ട്. അതായത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനോട് ആവശ്യപ്പെട്ടതിനനുസരിച്ച് ഒരു ഔട്ട്സൈഡ് ബോഡിയുമായി ബന്ധപ്പെട്ട ജോലിക്കായി യാത്ര ചെയ്യുമ്പോൾ, പിന്നെ പൊതുവായ നിയമങ്ങളിൽ നിന്നും വ്യതിചലിക്കുവാൻ സർക്കാർ അനുവദിക്കുന്ന ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഒരു പ്രത്യേക സർവീസിന്റെ ചെലവ് പ്രത്യേകം കാണിക്കണമെന്ന് സർക്കാർ തീരുമാനിക്കുമ്പോൾ 3 സാഹചര്യങ്ങളിൽ ആ കാര്യം ആപ്ലിക്കബിൾ ആണ്. അടുത്തൊരു ചോദ്യം, ഇൻ അപ്രോപ്രിയേഷൻ ഓഡിറ്റ് ഡീറ്റെയിൽഡ് അപ്രോപ്രിയേഷൻ ഓഡിറ്റ് ഈസ് കണ്ടക്ടഡ് ഇൻ, അതായത് ഒരു വിശദമായ അപ്രോപ്രിയേഷൻ ഓഡിറ്റ് നടത്തുന്നത് എപ്പോഴാണ്, അത് ഏത് രീതിയിലാണ്? അതിൽ അത് 4 വർഷം കൊടുത്തിട്ടുള്ളതിൽ 3 സ്റ്റേജസ് എന്ന് പറയുന്നു, കംപ്ലീറ്റഡ് ഇൻ 1 സ്റ്റേജ് എന്ന് പറയുന്നു, കണ്ടക്ടഡ് ഇൻ 2 സ്റ്റേജസ് എന്ന് പറയുന്നു, നോ സ്പെസിഫിക് സ്റ്റേജസ് പ്രിസ്ക്രൈബ്ഡ് എന്ന് പറയുന്നു. അല്ല, 2 സ്റ്റേജുകളിലാണ്, കണ്ടക്ടഡ് ഇൻ 2 സ്റ്റേജസ് അതാണ് ഉത്തരം. അതായത് ഡീറ്റെയിൽഡ് അപ്രോപ്രിയേഷൻ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത് 2 സ്റ്റേജുകളിലായിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. അടുത്തൊരു ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ റിഗാർഡിംഗ് എ ഡീറ്റെയിൽഡ് ഷെഡ്? ഒരു ഡീറ്റെയിൽഡ് ഷെഡിനെ സംബന്ധിച്ച് താഴെ പറയുന്നതിൽ ശരിയാകാത്തത് ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ റിഗാർഡിംഗ് എ ഡീറ്റെയിൽഡ് ഹെഡ്? ഇറ്റ് ഈസ് നോൺ ആസ് ഒബ്ജക്റ്റ് ക്ലാസിഫിക്കേഷൻ, it is meant for items control over expenditure, reappropriation is possible, reappropriation of the amount is not possible. അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് reappropriation of the amount is not possible എന്നാണ്. reappropriation of amount സാധ്യമല്ല എന്നാണ് അതിന്റെ ഉത്തരം. അടുത്തൊരു ചോദ്യം, which of the following is not true in respect of government accounting system? അതായത് താഴെ പറയുന്നതിൽ ഏതാണ് സർക്കാരിന്റെ അക്കൗണ്ടിംഗ് സമ്പ്രദായത്തെ സംബന്ധിച്ച് ശരിയല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൊടുത്തിരിക്കുന്ന 4 ഓപ്ഷൻ: സിംഗിൾ എൻട്രി സിസ്റ്റം, കാഷ് ബേസ്ഡ് സിസ്റ്റം, അക്കൗണ്ട്സ് ആർ മെയിൻറ്റെയിൻഡ് ഇൻവാരിയബിളി ഇൻ ഡബിൾ എൻട്രി സിസ്റ്റം, മണി ടു ബി ഗിവൺ ആൻഡ് റിസീവ്ഡ് അറ്റ് ദ ക്ലോസ് ഓഫ് ദ ഫൈനാൻഷ്യൽ ഇയർ ആർ നോട്ട് അക്കൗണ്ടഡ്. ഉത്തരം എന്ന് പറയുന്നത് എല്ലാ കണക്കുകളും ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ സൂക്ഷിക്കുന്നു എന്ന് പറയുന്നതാണ്. അത് സർക്കാർ അക്കൗണ്ടിംഗ് സമ്പ്രദായത്തെ സംബന്ധിച്ച് ശരിയല്ലാത്ത കാര്യമാണ്. അക്കൗണ്ട്സ് ആർ മെയിൻറ്റെയിൻഡ് ഇൻവാരിയബിളി ഇൻ ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത് സർക്കാരിന്റെ അക്കൗണ്ടിംഗ് സിസ്റ്റമായിട്ട് ബാധകമല്ലാത്ത കാര്യമാണ്. അടുത്തൊരു ചോദ്യം, ദ പെൻഷൻ പേയ്മെന്റ് ഓർഡർ കൺസിസ്റ്റ് ഓഫ് 2 halves നെയിംലി. ഒരു പെൻഷൻ പേയ്മെന്റ് ഓർഡറിൽ 2 പകുതികൾ എന്നറിയപ്പെടുന്നത് ഏതൊക്കെയാണ്? അത് ദ പെൻഷനേഴ്സ് ഹാഫ് ആൻഡ് ദ ഡിസ്ബേഴ്സേഴ്സ് ഹാഫ്. അതായത് പെൻഷനേഴ്സ് ഹാഫ് ആൻഡ് ഡിസ്ബേഴ്സേഴ്സ് ഹാഫ്. ഇതാണ് അതിലടങ്ങുന്നത് 2 പകുതികൾ, 2 halves, 2 halves എന്നറിയപ്പെടുന്നത്. ഒരു പെൻഷൻ പേയ്മെന്റ് ഓർഡറിലെ 2 halves എന്നറിയപ്പെടുന്നത് പെൻഷനേഴ്സ് ഹാഫും ഡിസ്ബേഴ്സേഴ്സ് ഹാഫുമാണ്. അടുത്തൊരു ചോദ്യം, എ നോൺ ബാങ്കിങ് ട്രഷറി ഈസ് എ ട്രഷറി ദ ക്യാഷ് ബിസിനസ് ഓഫ് വിച്ച് ഈസ് കണ്ടക്ടഡ് ബൈ ഡാഷ്. ഒരു നോൺ ബാങ്ക് ട്രഷറി എന്നാൽ ട്രഷറിയിലെ പണമിടപാടുകൾ നടത്തുന്നത് ദ ട്രഷറി ഇറ്റ്സെൽഫ്, അത് ട്രഷറി ഇറ്റ്സെൽഫ് തന്നെയാണ്. എ നോൺ ബാങ്ക് ട്രഷറി ഇസ് എ ട്രഷറി ദ ക്യാഷ് ബിസിനസ് ഓഫ് വിച്ച് ഈസ് കണ്ടക്ടഡ് ബൈ ദ ട്രഷറി ഇറ്റ്സെൽഫ്, ട്രഷറി തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ അതിൽ വേറൊരു ചോദ്യം, ജേർണൽ ആൻഡ് ലെഡ്ജർ ആർ മെയിൻറ്റെയിൻഡ് ഫോർ വിച്ച് സിസ്റ്റം ഓഫ് അക്കൗണ്ട്സ്? ഏത് സമ്പ്രദായത്തിലുള്ള കണക്കിനാണ് ജേർണലും ലെഡ്ജറും പരിപാലിക്കുന്നത്? അത് ഡബിൾ എൻട്രി സിസ്റ്റത്തിലാണ് അത് സൂക്ഷിക്കുന്നത്. ഇനി ഒരു പ്രധാനപ്പെട്ട ചോദ്യം കൂടിയുണ്ട്, the classification of 2 categories of expenditure from the consolidated fund are. അതായത് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും വരുന്ന ചിലവുകളുടെ തരംതിരിവ് ഏതൊക്കെ രീതിയിലാണ്? അതിനെ ചാർജ്ഡ് ആൻഡ് ഓട്ടഡ് എന്നാണ് തരംതിരിച്ചിരിക്കുന്നത്. The classification of 2 categories of expenditure from the consolidated fund are charged and voted.